2030 ഫുട്ബോൾ ലോകകപ്പിനായുള്ള യൂറോപ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് യുവേഫ. ചാമ്പ്യൻസ് ലീഗിന് സമാനമായി 2 തട്ടുകളായുള്ള പുതിയ യോഗ്യതാ സംവിധാനം നടപ്പിലാക്കും. യോഗ്യതാ റൗണ്ട് ലീഗ് 1, ലീഗ് 2 എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി ടീമുകളെ തിരിക്കും. നേഷൻസ് ലീഗിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടീമുകളെ ലീഗുകളിൽ ഉൾപ്പെടുത്തുക. ഫുട്ബോളിലെ ആവേശ പോരാട്ടമായ ചാമ്പ്യൻസ് ലീഗിന് സമാനമായാണ് 2030 ഫുട്ബോൾ ലോകകപ്പിനായുള്ള യൂറോപ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ യുവേഫ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. യോഗ്യതാ മത്സരങ്ങൾക്ക് 2 തട്ടുകളായുള്ള പുതിയ സംവിധാനമാണ് നടപ്പിലാക്കാൻ പോവുക. പുതിയ പരിഷ്കാരമനുസരിച്ച് യോഗ്യതാ റൗണ്ടിനെ ലീഗ് 1, ലീഗ് 2 എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായി തിരിക്കും. റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന 36 രാജ്യങ്ങളെ 12 ടീമുകൾ വീതമുള്ള 3 ഗ്രൂപ്പുകളായി തിരിച്ചാകും ലീഗ് 1-ലെ മത്സരങ്ങൾ നടക്കുക. ചാമ്പ്യൻസ് ലീഗ് മാതൃകയിൽ ഓരോ ടീമും 6 വ്യത്യസ്ത എതിരാളികൾക്കെതിരെ 6 മത്സരങ്ങൾ കളിക്കും. 3 ഗ്രൂപ്പുകളിൽ നിന്നും ഏറ്റവും മികച്ച റാങ്ക് നേടുന്ന ടീമുകൾ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടും. ബാക്കിയുള്ള സ്ഥാനങ്ങൾ പ്ലേ ഓഫ് മത്സരങ്ങളിലൂടെയും തീരുമാനിക്കപ്പെടും. റാങ്കിങ്ങിൽ പിന്നിലുള്ള മറ്റ് 18 രാജ്യങ്ങളാണ് ലീഗ് 2-വിൽ മത്സരിക്കുക. പുതിയ ഫോർമാറ്റുകൾ മത്സരങ്ങളിലെ തുല്യത വർദ്ധിപ്പിക്കുമെന്നാണ് യുവേഫയുടെ നിലപാട്. 2028-29 യുവേഫ നേഷൻസ് ലീഗിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടീമുകളെ 2 ലീഗുകളിലും ഉൾപ്പെടുത്തുക. നേഷൻസ് ലീഗിന്റെ ഘടനയിലും മാറ്റങ്ങളുണ്ട്. നിലവിലെ 4 ലീഗുകൾക്ക് പകരം 18 ടീമുകൾ വീതമുള്ള 3 ഡിവിഷനുകളായി നേഷൻസ് ലീഗ് മാറും. ക്വാർട്ടർ ഫൈനൽ, ഫൈനൽ 4 പോരാട്ടങ്ങളും പ്രൊമോഷൻ, റെലഗേഷൻ പ്ലേ ഓഫുകളും നിലവിലുള്ളതുപോലെ തന്നെ തുടരും. സ്പോർട്സ് ഡെസ്ക്, ജനം.